ഹലോ, നമസ്കാരം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പൊളിറ്റിക്സ് ക്ലാസ്സിൻ്റെ അടുത്ത സെഷനിലേക്ക് കടക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ അവസാനിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ആ 5 റിട്ടുകളുടെ പേര് പറഞ്ഞിട്ടാണ് നമ്മൾ ക്ലാസ് അവസാനിപ്പിച്ചത്. അപ്പോൾ ആ 5 റിട്ടുകൾ എന്തൊക്കെയാണെന്ന് വിശദമായിട്ട് നമുക്ക് ഈ സെഷനിൽ നോക്കാം. ആ 5 റിട്ടുകളുടെ പേരുകൾ എന്തായിരുന്നു എന്ന് വെച്ചാൽ ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രോഹിബിഷൻ, കോ വാറൻറ്റോ, സെർഷ്യോററി കേട്ടോ. അപ്പോൾ ഇതിൽ ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യത്തേത് ഹേബിയസ് കോർപ്പസ് ആണ്. ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ അതൊരു ലാറ്റിൻ വാക്കാണ്. അതിൻ്റെ ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ശരീരം ഹാജരാക്കുക എന്നാണ് ആ ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം. ഈ റിറ്റ് എപ്പോഴാണ് കോടതി എപ്പോഴാണ് ഇത് പുറപ്പെടുവിക്കുക എന്ന് വെച്ചാൽ ആരെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടുകയോ ആരെങ്കിലും തടവിലാക്കപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ അയാളുടെ ബന്ധുക്കൾ ആരെങ്കിലും കോടതിനെ സമീപിക്കുകയാണെങ്കിൽ ഈ റിറ്റ് പുറപ്പെടുവിക്കും, ഹേബിയസ് കോർപ്പസ്. അപ്പോൾ കോടതിക്ക് മുന്നേ ഇയാളെ ഹാജരാക്കണം എന്നാണ്. അടുത്തത് രണ്ടാമത്തെ റിറ്റ് എന്ന് പറഞ്ഞാൽ മാൻഡമസ് ആണ്. മാൻഡമസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ജോലിക്കാരൻ, ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ അയാളുടെ ജോലി ചെയ്തില്ല, അപ്പോൾ കോടതിനെ സമീപിച്ചു. അപ്പോൾ കോടതി പുറപ്പെടുവിക്കുന്ന റിറ്റാണ് എന്ത്? മാൻഡമസ്. വി ഓർഡർ, ഞാൻ കൽപ്പിക്കുന്നു എന്നാണ് മാൻഡമസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം കേട്ടോ. മൂന്നാമത്തത് പ്രോഹിബിഷനാണ്. പ്രോഹിബിഷൻ എന്താണെന്ന് വെച്ചാൽ കീഴ്ക്കോടതികൾ അതിൻ്റെ അധികാരപരിധി ലംഘിക്കുകയാണ്. അവരുടെ അധികാരത്തിൽപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ നീതിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്താൽ പുറപ്പെടുവിക്കുന്ന റിറ്റാണ് പ്രോഹിബിഷൻ. അതുപോലെ സെർഷ്യോററി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ താഴത്തെ കോടതി, കീഴ്ക്കോടതിയിൽ കിടക്കുന്ന ഒരു കേസ് അതിൻ്റെ മുകളിലുള്ള കോടതിയിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കോടതി പുറപ്പെടുവിക്കുന്ന റിറ്റാണ് എന്ത്? സെർഷ്യോററി ട്ടാ. അടുത്തത് എന്താണെന്ന് വെച്ചാൽ അടുത്ത ഏറ്റവും അവസാനത്തെ റിറ്റ്, അഞ്ചാമത്തെ റിറ്റ് കോ വാറൻറ്റോ. കോ വാറൻറ്റോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾ ജോലിക്ക് കയറിയിട്ടുണ്ട്, അയാൾക്ക് അർഹതയില്ലാത്ത ജോലിക്കാണ് അയാൾ കയറിയുള്ളത്, അയാൾ തട്ടിപ്പ് കാണിച്ച് കള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് കയറിയുള്ളത് വിചാരിച്ചു. അങ്ങനെ ഒരാൾ കേസ് കൊടുത്താൽ കോടതി പുറപ്പെടുവിക്കുന്ന റിറ്റാണ് കോ വാറൻറ്റോ. എന്ത് അധികാരത്തിൽ ആണ് നിങ്ങൾ ആ ജോലിക്ക് കയറിയിട്ടുള്ളത്, എന്ത് അധികാരത്തിൽ നിന്നാണ് ആ കോ വാറൻറ്റോ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ 5 റിറ്റുകൾ നമ്മൾ നോക്കി: ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രോഹിബിഷൻ, സെർഷ്യോററി ആൻഡ് കോ വാറൻറ്റോ ട്ടോ. ഇനി നമ്മൾ അടുത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ്. മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അത് നമ്മളിപ്പോൾ പഠിച്ച മൗലികാവകാശങ്ങളില്ലേ, അത് വെച്ചാൽ മനുഷ്യൻ്റെ അവകാശങ്ങളാണ്. ആ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി സ്ഥാപിച്ച ഒരു ദേശീയ സംഘടനയാണ് എന്ത്? മനുഷ്യാവകാശ കമ്മീഷൻ. മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ടത് 1993 ഒക്ടോബർ 12-നാണ് കേട്ടോ. മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ടത് 1993 ഒക്ടോബർ 12-നാണ്. മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ശ്രീ രംഗനാഥ മിശ്രയാണ്. മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ രംഗനാഥ മിശ്ര. മനുഷ്യാവകാശ കമ്മീഷനിൽ 5 അംഗങ്ങളാണ് ഉണ്ടാവുക. ഒരാൾ സുപ്രീം കോടതി റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. പിന്നെ 2 ഹൈക്കോടതി റിട്ടയർഡ് ചീഫ് ജസ്റ്റിസുമാരുണ്ടാവും. അതുകൂടാതെ 2 എക്സ്പേർട്സ് ഉണ്ടാവും, വിദഗ്ധന്മാരായ ആൾക്കാർ, നിയമത്തിൻ്റെ മേഖലകളിൽ വിദഗ്ധരായ 2 ആൾക്കാരും ഉണ്ടാവും. അങ്ങനെ മൊത്തം 5 ആളുണ്ടാവും. 2 സുപ്രീം കോടതി റിട്ടയർഡ് ജഡ്ജിമാർ, 2 ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജിമാർ, പിന്നെ 2 എക്സ്പേർട്സും കേട്ടോ. അങ്ങനെയല്ല, ഒരു റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതി റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ്, പിന്നെ ഒരു റിട്ടയർഡ് സാധാ ജഡ്ജി, പിന്നെ ഒരു റിട്ടയർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, പിന്നെ 2 എക്സ്പേർട്സ് കേട്ടോ. അങ്ങനെ 5 ആൾ. ഒരാൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം റിട്ടയർഡ്, ഒരാൾ റിട്ടയർഡ് ജഡ്ജി ആയിരിക്കണം, വെറും ജഡ്ജി, പിന്നെ ഒരാൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും കേട്ടോ. അങ്ങനെ 5 ആളാണ്. പിന്നെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ വേറൊരു പ്രത്യേകത പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മനുഷ്യാവകാശ കമ്മീഷന് കേസ് എടുക്കാനൊന്നും പറ്റില്ല. അങ്ങനെ അന്വേഷിക്കുക, മനുഷ്യാവകാശ ലംഘനം നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുക. എന്നിട്ട് അന്വേഷിച്ചതിന് ശേഷം കേസ് എടുക്കാൻ വേണ്ടി ശുപാർശ ചെയ്യുക. എന്ന് വെച്ചാൽ കോടതിയോടോ ഗവൺമെൻറ്റിനോടോ പറയാം, ഇങ്ങനെ ഇത് മനുഷ്യാവകാശ ലംഘനം നടന്നിട്ട് നിങ്ങൾ കേസ് എടുക്കണം കേട്ടോ എന്ന് പറയാം. അത്രേ ഉള്ളൂ. അതാണ് അതിൻ്റെ ഒരു ലിമിറ്റേഷൻ, അതായത് ഇതിൻ്റെ ഒരു പരിധി കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അടുത്ത ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിൽ. അതാണ് രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങൾ. രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ അറിയുമോ? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നാണ് പറയുക.
ഇത് നമ്മുടെ ഭരണഘടനയിലുള്ള ഒരു സംഭവമാണ്. മൗലികാവകാശങ്ങളുണ്ട്, അതുപോലെയുള്ള ഒരു സംഭവമാണ് എന്ത് നിർദ്ദേശക തത്വങ്ങൾ. അപ്പോൾ ആ നിർദ്ദേശക തത്വങ്ങൾ എന്തിനാണ് നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, അതെന്തിനാണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ഇത് ഭരണഘടനയിൽ ഉൾപ്പെടുത്താനുള്ള ലക്ഷ്യങ്ങൾ രണ്ടെണ്ണമായിരുന്നു. ഒന്ന് സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതി. മറക്കരുത്, ഇത് മൂന്നും നിങ്ങൾക്ക് ആവശ്യം വരും. സാമൂഹിക നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി. ഇത് നടപ്പിൽ വരുത്തുകയായിരുന്നു ഒരു ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഒരു ക്ഷേമരാഷ്ട്രം പടുത്തുയർത്തുക. ക്ഷേമരാഷ്ട്രം എന്ന് പറഞ്ഞാൽ വെൽഫെയർ സ്റ്റേറ്റ്. എന്നുവെച്ചാൽ ക്ഷേമരാഷ്ട്രത്തിൽ എല്ലാ ആൾക്കാർക്കും ക്ഷേമമായിരിക്കും, എല്ലാ ആൾക്കാരും നല്ല രീതിയിലായിരിക്കും, അവരുടെ കാര്യങ്ങളൊക്കെ നല്ല ക്ഷേമത്തിലാണെന്ന് നമുക്ക് പറയുന്നത്, നല്ല സുഖത്തിലായിരിക്കും കാര്യങ്ങളൊക്കെ. ആണ് ക്ഷേമരാഷ്ട്രം പടുത്തുയർത്തുക എന്നുള്ളതിൻ്റെ അർത്ഥം. അത് രണ്ടെണ്ണമായിരുന്നു ലക്ഷ്യങ്ങൾ. പിന്നെ ഈ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ, അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത് അയർലാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു രാജ്യമുണ്ട് യൂറോപ്പിൽ. ആ അയർലാൻഡിലുണ്ടായിരുന്ന ഭരണഘടനയിൽ ഉള്ള കാര്യങ്ങളിൽ നിന്ന് കടമെടുത്ത ആശയമാണ് എന്ത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ രാഷ്ട്രീയ നിർദ്ദേശക തത്വങ്ങൾ കേട്ടോ. ഈ നിർദ്ദേശക തത്വങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. നിർദ്ദേശക തത്വങ്ങളിലെ അതിൻ്റെ ഉള്ളിലുള്ള ഉള്ളടക്കം മൂന്നായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. 3 കാര്യങ്ങളാണ്. ആ 3 കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളത് ടെക്സ്റ്റ് വായിക്കണം, ഞാനത് ഷോർട്ടായിട്ട് പറയുന്നുള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാവേണ്ട രീതിയിൽ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ആ 3 കാര്യങ്ങളെന്ന് വെച്ചാൽ രാഷ്ട്രത്തിൻ്റെ ലക്ഷ്യങ്ങൾ കുറച്ച് പറയുന്നുണ്ട്, അതേപോലെ ഒരു രാഷ്ട്രത്തിന് നയം, അതായത് ഒരു രാഷ്ട്രം പോളിസി, എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാവുമല്ലോ അവർക്ക് രാഷ്ട്രം എങ്ങനെയാണ് വളരേണ്ടതുള്ളത്, അതിനാണ് നയം എന്ന് പറയുന്നത്. ആ പോളിസി ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ, പിന്നെ കുറച്ച് അവകാശങ്ങൾ. മറ്റൊരു മൗലികാവകാശങ്ങളായിരുന്നു, ഇത് മൗലികമല്ല, കുറച്ചൊരു നിയമപരമായിട്ടുള്ള അവകാശങ്ങൾ കേട്ടോ. ഇത് 3 പറയാൻ പോകുന്നത്. ഈ 3 കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് നോക്കാം. ആദ്യം രാഷ്ട്രത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതി. സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതി. രണ്ടാമത്തേത് എന്താണെന്ന് വെച്ചാൽ നല്ല തൊഴിൽ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, രണ്ടാമത്തെ ലക്ഷ്യം. മൂന്നാമത്തെ ലക്ഷ്യം നല്ല പൊതുജന ആരോഗ്യം എന്ന് വെച്ചാൽ ഹെൽത്ത് കണ്ടീഷൻസൊക്കെ, അതിനുള്ള സാഹചര്യങ്ങളൊക്കെ നാട്ടിലുണ്ടാക്കി കൊടുക്കുക. നാലാമത്തെ ഭൗതിക വിഭവങ്ങളുടെ വികേന്ദ്രീകരണം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഭൗതിക വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നാൽ നമ്മുടെ വായു, ജലം എന്നൊക്കെ, ഈ ജലത്തിൽ നിന്നൊക്കെയാണല്ലോ കറണ്ട് ഉണ്ടാക്കുന്നത്. വായു ജലമൊക്കെ ഉണ്ടെങ്കിലല്ലേ കറണ്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ കറണ്ട് ഇതൊക്കെ ഇങ്ങനത്തെ കുറേ നമ്മുടെ നാട്ടിലുള്ള സ്വത്തുക്കൾ, പെട്രോളിയം, ഇതൊക്കെ ഈ പെട്രോളിയം ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പാടില്ല, കേന്ദ്രീകരിക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ ഒരാളെ കയ്യിൽ മാത്രം കൊന്നുകൂടി അയാൾ മാത്രം പൈസക്കാരനാവില്ല. അതിന് പകരം എല്ലാവർക്കും തുല്യമായിട്ട് വിഭജിക്കുക. അതാണ് വികേന്ദ്രീകരണം. കേന്ദ്രത്തിൻ്റെ ഓപ്പോസിറ്റാണ് എന്ത് വികേന്ദ്രം കേട്ടോ. ഇനി അടുത്തത് അന്താരാഷ്ട്ര സമാധാനവും സൗഹാർദ്ദവും സ്ഥാപിക്കുക. എന്താണ് അന്താരാഷ്ട്ര സമാധാനവും സൗഹൃദവും സ്ഥാപിക്കുക എന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ കാര്യങ്ങളൊക്കെ ചെയ്യുക. അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ രാജ്യങ്ങൾ തമ്മിൽ സമാധാനത്തിനുണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇനി അടുത്തത് നയങ്ങളാണ്. ഇപ്പോൾ ലക്ഷ്യങ്ങൾ കഴിഞ്ഞു. ഇനി നയങ്ങൾ രൂപീകരിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ള പറയണത് എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തത് ഏകീകൃത സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡ് എന്നാണ് പറയുക. ആർട്ടിക്കിൾ 44 കേട്ടോ. അടുത്തത് 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊക്കെ ഫ്രീ ആയിട്ടുള്ള എന്ത് കൊടുക്കുക, വിദ്യാഭ്യാസം കൊടുക്കുക. പിന്നെ ലഹരി പാനീയങ്ങൾ, ലഹരി മരുന്നുകൾ എന്ന് വെച്ചാൽ കഞ്ചാവും അതൊക്കെ അല്ലേ, ഡ്രഗ്സ്, അതൊക്കെ ബാൻ ചെയ്യുക, നിരോധിക്കുക. അടുത്തത് കുടിൽ വ്യവസായങ്ങൾ എന്ത് ചെയ്യണം, കുടിൽ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കണം. കുടിൽ വ്യവസായങ്ങളൊക്കെ എന്ന് വെച്ചാൽ പാവപ്പെട്ട ആൾക്കാരുടെ അവരൊക്കെ കൂടിയിട്ട് ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ വ്യവസായങ്ങൾ, ചെറിയ അച്ചാറുകൾ, അതായത് ഫുഡ് പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുടിൽ വ്യവസായങ്ങൾ. അപ്പോൾ അതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുക. അതേപോലെ ഉപയോഗമുള്ള പശുക്കൾ എന്ന് വെച്ചാൽ പാല് കറവുള്ള കൃഷി ചെയ്യണ, അതേപോലെ ഗർഭിണിയായ അങ്ങനത്തെ ഒക്കെ പശുക്കളെ ഒന്നും കൊല്ലാതിരിക്കുക, ഗോക്കളെ കൊല്ലാതിരിക്കുക. അടുത്തത് ഗ്രാമപഞ്ചായത്തുകൾ നടത്തുക. ഓരോ ഗ്രാമത്തിൽ ഓരോ പഞ്ചായത്ത് ഉണ്ടാക്കുക. അപ്പോൾ ഇത് വരുമ്പോൾ നമ്മുടെ നാട്ടിൽ പഞ്ചായത്തൊന്നുമില്ല കേട്ടോ. പഞ്ചായത്തൊക്കെ കുറച്ച് കാലമായിട്ട് നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ളൂ. പിന്നെ ദുർബല വിഭാഗങ്ങളെ സംരക്ഷിക്കുക. ഈ ആദിവാസി വിഭാഗങ്ങളും അവരൊക്കെ അല്ലേ, അങ്ങനെ ദുർബലരായ ആൾക്കാർ, അങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലൊക്കെ പിന്നിൽ നിൽക്കുന്ന ആൾക്കാരെ സംരക്ഷിക്കുക. അടുത്തത് പരിസ്ഥിതി സംരക്ഷിക്കുക. പിന്നെ ദേശീയ ചരിത്രപരമായ സ്മാരകങ്ങളും സ്ഥലങ്ങളും ഒക്കെ സംരക്ഷിക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ റെഡ് ഫോർട്ട് എന്നൊക്കെ കേട്ടില്ല, ചെങ്കോട്ട, അതൊക്കെ നമ്മുടെ ദേശീയ സ്മാരകങ്ങളാണ്.
എന്നുവെച്ചാൽ ഒരുപാട് സംഭവങ്ങളൊക്കെ നടന്നു. അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടാൻ, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തിലൊക്കെ പഠിക്കും കുറേ സ്ഥലങ്ങൾ, അതിനൊക്കെ സംരക്ഷിക്കുക. അടുത്തത് ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്ന് സംരക്ഷിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ കോടതികളില്ലേ, കോടതികളിൽ ഈ ഗവൺമെൻറ് ഇടപെടാതെ ശ്രമിക്കുക, കോടതിനെ സ്വതന്ത്രമായിട്ട് നിർത്തുക, ഗവൺമെൻറ്റിനെ ഇടപെടിയിപ്പിക്കാതെ. അടുത്തത് കൃഷി മൃഗസംരക്ഷണം ആധുനീകരിക്കുക. കൃഷിയും മൃഗസംരക്ഷണവും ഒക്കെ പുതിയ പുതിയ ടെക്നോളജി കൊടുക്കുക എന്ന് വെച്ചാൽ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ അതിൽ കൊണ്ടുവരും കേട്ടോ, അതൊക്കെ നന്നാക്കാൻ. ഇപ്പം ലക്ഷ്യങ്ങളും പറഞ്ഞു, നയങ്ങളും പറഞ്ഞു. ഇനി പറയുന്നത് കുറച്ച് അവകാശങ്ങളാണ്. ആ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. ജോലിക്കുള്ള അവകാശമുണ്ട്, നിർദ്ദേശകത്വങ്ങളിൽ പറയുന്ന ജോലിക്കുള്ള അവകാശമുണ്ട്. അതേപോലെ സ്ത്രീകൾക്ക് തുല്യ ശമ്പളം അതുണ്ട്, തുല്യ വേതനം. അടുത്തത് സാമ്പത്തിക ചൂഷണത്തിനെതിരെയുള്ള അവകാശം എന്ന് വെച്ചാൽ പൈസ കൊണ്ട് തട്ടിപ്പ് നടത്തില്ലേ, അതിനെതിരെയുള്ള അവകാശം. പിന്നെ ആരോഗ്യകരമായ ജീവിത സാഹചര്യത്തിന് കുട്ടികൾക്കും യുവാക്കൾക്കുമുള്ള അവകാശം എന്ന് വെച്ചാൽ നല്ലൊരു ജീവിത സാഹചര്യം ഉണ്ടാവുക, ആരോഗ്യകരമായ ജീവിത സാഹചര്യങ്ങൾ കുട്ടികൾക്കും ഉണ്ടാവുക, യുവാക്കൾക്കും ഉണ്ടാവുക. അടുത്തത് സൗജന്യ നിയമസഹായത്തിനുള്ള അവകാശം. ഈ ചില പാവപ്പെട്ടവർക്കൊന്നും കേസ് നടത്താനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടാവില്ല, അപ്പോൾ അങ്ങനത്തെ ഉള്ളവർക്ക് സൗജന്യമായിട്ട് കേസ് നടത്താനുള്ള സഹായം കൊടുക്കുക. അടുത്തത് രോഗം, വാർദ്ധക്യം, അങ്ങനെ വയസ്സായവ, അസുഖം വരെ അങ്ങനെയൊക്കെ ബാധിച്ച കുറേ ആൾക്കാരില്ലേ, അങ്ങനത്തെ ഒക്കെ ആൾക്കാർക്ക് ഗവൺമെൻറ്റിന് സഹായങ്ങൾ കിട്ടാനുള്ള അവകാശമുണ്ട്. അടുത്തത് തൊഴിലാളികൾക്കുള്ള വിവിധ അവകാശം. തൊഴിലാളികൾക്ക് എന്ന് വെച്ചാൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് തൊഴിലാളി യൂണിയനൊക്കെ കിട്ടില്ലെങ്കിൽ, അപ്പോൾ ആ തൊഴിലാളികൾക്കുള്ള കുറച്ച് അവകാശങ്ങളും പറയുന്നുണ്ട്. ഇനി ഇതിനെ കുറിച്ചിട്ട് പറയാൻ പറ്റുന്ന വേറൊരു കാര്യം എന്താ വെച്ചാൽ നിർദ്ദേശക തത്വങ്ങൾ ഇപ്പോൾ നമുക്ക് തന്നില്ല, ഗവൺമെൻറ് തന്നില്ല വിചാരിച്ചു. നിർദ്ദേശക തത്വങ്ങൾ തന്നില്ല എന്ന് വെച്ചിട്ട് നമുക്ക് കോടതിനെ സമീപിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെന്തല്ല, കോടതിയിൽ പോയിട്ട് ശരിയാക്കാവുന്ന കാര്യമല്ല. ഇത് വെറും ഉപദേശങ്ങളാണ്. ഇങ്ങനെ നയങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഓരോ ഗവൺമെൻറ് ഓരോ നയം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എന്തിനൊക്കെ ചെയ്തോളി എന്ന് പറഞ്ഞു വെക്കുകയുള്ളൂ. അല്ലാണ്ട് മൗലികാവകാശങ്ങൾ പോലെ നിർബന്ധം പറയുന്നതല്ല, അത് ജസ്റ്റ് ഒരു ഉപദേശങ്ങളാണ്. ഇനി ഇത് നടപ്പിലാക്കി, ഇതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണങ്ങൾ ഓരോന്നായിട്ട് ഞാൻ പറയാം. സെമീന്ദാരി സമ്പ്രദായം നിരോധിച്ചു. ജന്മിമാരുടെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ, അത് നിരോധിച്ചു. അടുത്തത് ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. പ്രൈവറ്റ് ബാങ്കുകളായിരുന്നു ഒക്കെ ഗവൺമെൻറ് ബാങ്കുകളാക്കി മാറ്റി. അടുത്തത് മിനിമം വേതനം നടപ്പിലാക്കി. എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ ഒരു മിനിമം ഇത്ര കൂലി വേണമെന്നുള്ളത് നടപ്പിലാക്കി. അടുത്തത് പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കി. ഇനി ഈ പഞ്ചായത്ത് രാജ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞില്ല, അതാണ് പഞ്ചായത്ത് രാജ്. പിന്നെ തൊഴിലുറപ്പ് പദ്ധതി, ഇപ്പോൾ പെണ്ണുങ്ങളൊക്കെ ജോലിക്ക് വരുന്ന കണ്ടില്ലെങ്കിൽ അതന്നെ തൊഴിലുറപ്പ് പദ്ധതി. ഇനി നമ്മൾ ചർച്ച ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണ്. അതെന്താണെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ ചെയ്യുന്നതിൽ, മൗലികാവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പഠിച്ച മൗലികാവകാശങ്ങൾ, ചില കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ നിർദ്ദേശക തത്വങ്ങൾ പറയുന്നത് ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണിത്. പോസിറ്റീവും മറ്റും നെഗറ്റീവും ചെയ്യരുത്, ആൾക്കാരുടെ അവകാശം നിങ്ങൾ തടയരുത്. അത് ഇവിടെ പറയുന്നത് നിങ്ങൾ വനം സംരക്ഷിക്കുക, അത് സംരക്ഷിക്കുക, ഇത് സംരക്ഷിക്കുക, അങ്ങനെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇവിടെയും പറയുന്നു. രണ്ടാമത്തെ കാര്യം, വ്യക്തി താല്പര്യങ്ങൾ അവകാശങ്ങളും സംരക്ഷിക്കുന്നു. ഒരാളുടെ താല്പര്യങ്ങളും അവകാശങ്ങളുമാണ് സംരക്ഷിക്കുന്നത്. എന്നാൽ ഇപ്പുറത്ത് എന്താണ്, ഒരു സമൂഹത്തിൻ്റെ താല്പര്യങ്ങളും അവകാശങ്ങളുമാണ് എന്ത് സംരക്ഷിക്കപ്പെടുന്നത്. ഒരു സൈഡിൽ വ്യക്തി, ഒരു സൈഡിൽ സമൂഹം. അടുത്ത ന്യായവാദാർഹമാണ്, ന്യായവാദാർഹമല്ല എന്ന് വെച്ചാൽ മൗലികാവകാശങ്ങളിൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് കോടതിനെ സമീപിക്കാം, അപ്പോഴാണ് റിറ്റൊക്കെ പുറപ്പെടുവിക്കുക. പക്ഷേ ഇവിടെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞ് കോടതിനെ സമീപിക്കാൻ പറ്റില്ല. അടുത്തത് പൗരസ്വാതന്ത്ര്യത്തിന് ഊന്നൽ നൽകുന്നു. പക്ഷേ ഒരാളുടെ സ്വാതന്ത്ര്യമാണ് അവിടെ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് മൗലികാവകാശങ്ങൾ. എന്നാൽ നിർദ്ദേശക തത്വങ്ങളിൽ എങ്ങനെയാണ്, സാമൂഹിക സാമ്പത്തിക നീതിക്കാണ് എന്ത് കൊടുക്കുന്നത്, ഊന്നൽ കൊടുക്കുന്നത്. സാമൂഹിക നീതി, സമൂഹവുമായി ബന്ധപ്പെട്ട ഒരാളെ കാര്യമല്ല എന്ത് നിർദ്ദേശക തത്വങ്ങൾ പറയുന്നത്. അടുത്തത് മൗലികാവകാശങ്ങളുടെ വ്യാപ്തി പരിമിതമാണ്. എന്ന് വെച്ചാൽ ഒരാളുടെ കുറച്ച് കാര്യങ്ങളെ പറയണുള്ളൂ മൗലികാവകാശങ്ങൾ. എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ എന്ന അന്താരാഷ്ട്ര സമാധാനം വരെ, എന്നിട്ട് വലിയ രാജ്യങ്ങൾ തമ്മിലുള്ള ഇതുവരെ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അത് കവർ ചെയ്യുന്നു. അടുത്തത് എന്താണെന്ന് വെച്ചാൽ ജനാധിപത്യത്തിൻ്റെ പ്രമാണങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഒരു ജനാധിപത്യത്തിന് വേണ്ട അടിസ്ഥാന കാര്യങ്ങളാണ് എന്ത് മൗലികാവകാശം. എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ പ്രതിനിധീകരിക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ അതൊരു ക്ഷേമരാഷ്ട്രം, ഒരു വെൽഫെയർ സ്റ്റേറ്റ്, അതിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. പക്ഷെ ഒരു നല്ലൊരു രാജ്യം നമ്മുടെ രാജ്യത്ത് വേണ്ട അടിസ്ഥാന കാര്യങ്ങളാണ് എന്ത് മൗലികാവകാശങ്ങൾ.
നമ്മുടെ രാജ്യം ഒരു നല്ലൊരു രാജ്യമായി മാറാൻ വേണ്ടിയിട്ട് എന്തൊക്കെ എക്സ്ട്രാ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതാണ് നിർദ്ദേശകർത്തകൾ പറയുന്നത് കേട്ടോ. ഇനി നമ്മുടെ ഈ ചാപ്റ്ററിലെ അവസാനത്തെ ഭാഗത്തേക്ക് കടക്കുകയാണ്. അത് വലിയൊരു ഇതല്ല, നിങ്ങൾ വായിക്കണം. അപ്പോൾ ഞാനും അത് ഷോർട്ടായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള തരത്തിൽ പറഞ്ഞുതരാം. ആ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ പൗരന്മാരുടെ മൗലിക ചുമതലകളാണ്. എന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഇപ്പോൾ നമുക്ക് ഡ്യൂട്ടീസ് ഉണ്ട്, നമുക്ക് കുറേ അവകാശങ്ങൾ പറഞ്ഞു, നമുക്ക് ഇത് വേണം, ഭക്ഷണം വേണം, വെള്ളം വേണം, പക്ഷെ നമ്മൾ പണിയെടുക്കില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇപ്പം നമ്മളുടെ രാജ്യത്ത് നമുക്കുള്ള പണിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അത് 1976 42ാം ഭരണഘടനാ ഭേദഗതി, നമ്മുടെ ഇന്ദിരാഗാന്ധി കൊടുത്ത ഭേദഗതിയാണ് അത്. 42ാം ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് കൊടുത്തത് 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ആണ് മൗലിക ചുമതലകൾ, അതായത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മുടെ ഭരണഘടനയിൽ കൊണ്ടുവന്നത്. അപ്പോൾ ആ ഭരണഘടനയിൽ പറയുന്ന ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് 10 എണ്ണമാണ്. 11 എണ്ണം ഉണ്ടായിരുന്നു, സാമ്പത്തിക അവകാശം ഉണ്ടായിരുന്നു, അത് കട്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ 10 എണ്ണേ ഉള്ളൂ. അപ്പോൾ 10 എണ്ണം ഞാൻ ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി ഫുള്ള് വായിച്ചെടുക്കണം കേട്ടോ. ഫസ്റ്റ് വൺ, നമ്മുടെ ഭരണഘടന ദേശീയ ഗാനം, ദേശീയ പതാക എന്നിവയെ ബഹുമാനിക്കണം. അതാണ് ആദ്യത്തെ ഡ്യൂട്ടി, ആദ്യത്തെ ചുമതല. രണ്ടാമത്തെ ചുമതല, നമുക്ക് സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനം നൽകിയ ആശയങ്ങൾ, അപ്പോൾ അതിൻ്റെ ശ്രദ്ധിക്കണേ ആശയങ്ങളാണ്. ആ ആശയങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. ഇപ്പോൾ കോൺഗ്രസ് നേരിട്ട ദേശീയ പ്രസ്ഥാന ആശയങ്ങളൊക്കെ അല്ലേ, ഇപ്പോൾ രാഷ്ട്രീയ ആശയങ്ങൾ, അതൊക്കെ നമ്മൾ ബഹുമാനിക്കണം. അടുത്തത് മൂന്നാമത്തത് രാജ്യത്തിൻ്റെ ഐക്യം എന്ന് പറഞ്ഞാൽ ഒരുമ. അത് കഴിഞ്ഞാൽ എന്താ? അഖണ്ഡത, ഖണ്ഡിക്കുക എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് അഖണ്ഡത. ഖണ്ഡിക്കുക എന്ന് അറിയാമല്ലോ, വിഭജിക്കുക, അവിഭാജ്യമായിട്ട് നിൽക്കുന്നത്, എന്ന് വെച്ചാൽ വിഭജിക്കപ്പെടാൻ പറ്റാതെ നിൽക്കുന്ന ഒത്തൊരുമ. അതുപോലെ പരമാധികാരം, സോവറിനിറ്റി എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് മെയിൻ പവർ, ഏറ്റവും അവസാനത്തെ പവർ രാജ്യമാണ് കേട്ടോ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, ഐക്യം, അഖണ്ഡത, പരമാധികാരം, ഇത് ഉയർത്തിപ്പിടിക്കണം. ഇതാണ് മൂന്നാമത്തെ ചുമതല. ഈ 4ാമത്തെ ചുമതല, രാജ്യം ആവശ്യപ്പെടുകയാണെങ്കിൽ ദേശീയ സേവനം നൽകണം. ഇപ്പോൾ രാജ്യത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി നിൽക്കുകയാണ്, ഇപ്പോൾ ഒരു യുദ്ധം വരികയാണെങ്കിൽ ആൾക്കാരെ യുദ്ധത്തിന് വിളിച്ചാലും നമ്മൾ യുദ്ധത്തിന് പോകണം. അതാണ് പറയുന്നത് 4ാമത്തെ. രാജ്യം ആവശ്യപ്പെടുമ്പോൾ മാത്രം കേട്ടോ, നിർബന്ധിച്ചിട്ടല്ല പറയുന്നത്. അങ്ങനെ ഒരു ഘട്ടം വരുമ്പോൾ നമ്മൾ ഇറങ്ങണം. 5ാമത്തത്, ജനങ്ങൾക്കിടയിൽ വ്യത്യസ്തതകൾക്ക് അതീതമായി സഹകരണം, സൗഹാർദ്ദം വളർത്തുക. ആൾക്കാരുടെ ഇടയിൽ സഹകരണം, സൗഹാർദ്ദം വളർത്താനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. അതേപോലെ സ്ത്രീകളുടെ അന്തസ്സിന് പറ്റിയ കാര്യങ്ങൾ മാത്രം ചെയ്യുക കേട്ടോ. അത് 5ാമത്തെ ഡ്യൂട്ടിയാണ്. ഇനി 6ാമത്തെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിലമതിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. നമുക്കൊരു പൈതൃകമുണ്ട്. നമുക്കിപ്പോൾ പൈതൃകം എന്ന് വെച്ചാൽ ഒരു പാരമ്പര്യം, ഒരു ഇന്ത്യക്കാരെന്നുള്ളൊരു പാരമ്പര്യം, നമ്മുടെ മുന്നത്തെ ആൾക്കാർക്ക് ഇന്ത്യക്കാരുടെ കുറേ ഇതുണ്ട്. അപ്പോൾ ആ പാരമ്പര്യത്തിന്, ആ പൈതൃകത്തിനെ നമ്മൾ സംരക്ഷിക്കണം. 7ാമത്തെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ വനത്തിനെയും വന്യജീവികളെയും സംരക്ഷിക്കണം. 8ാം ഡ്യൂട്ടി ശാസ്ത്രബോധം, മാനവികത, അന്വേഷണത്വര. നമ്മുടെ എല്ലാം ഒരു ത്വര ഉണ്ട്, അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള ആ അന്വേഷണമായിട്ടുള്ള കാര്യങ്ങൾ, പുതിയ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനുള്ള അതിനെ വികസിപ്പിച്ച് കൊണ്ടുവരിക. അടുത്തത് എന്താണെന്ന് വെച്ചാൽ പൊതുമുതൽ സംരക്ഷിക്കുക. ഗവൺമെൻറ്റിൻ്റെ സാധനങ്ങളൊക്കെ സംരക്ഷിക്കുക. അതെല്ലാവരും മുതലാണ്, അത് സംരക്ഷിക്കുക, പൊതുമുതൽ നശിപ്പിക്കാതിരിക്കുക കേട്ടോ. അതേപോലെ ഏറ്റവും അവസാനത്തത്, രാജ്യത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ട് ഒറ്റക്കും കൂട്ടായിട്ടും എന്ത് ചെയ്യണം? നിങ്ങൾ വർക്ക് ചെയ്യണം. അതാണ് 10ാമത്തെ ചുമതല. അപ്പോൾ 10 ചുമതലകൾ പറഞ്ഞു ഒരാളുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കേട്ടോ. അത് 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇത് നമ്മുടെ ഭരണഘടനയിൽ ആഡ് ചെയ്തത്. ഭരണഘടന ഉണ്ടാക്കുമ്പോൾ ഇതില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ, 2ാമത്തെ ചാപ്റ്റർ കഴിയണം. ഓക്കെ, അപ്പോൾ ശരി.